ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് TVSന്റെ പ്രീമിയം കസ്റ്റം അറീനയുടെ ഫ്രണ്ടിലാണ്. എന്റെ ഓഡിയോ എന്തോരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, കാരണം സൈഡിലൂടെ മ്യൂസിക് കൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ഇതിനുള്ളിൽ കുറച്ച് സ്പെഷ്യൽ വണ്ടികൾ ഇരിപ്പുണ്ട്. അത് ഏതൊക്കെയാണോ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഇരിക്കുന്നത് നമ്മുടെ TVSന്റെ ഫാക്ടറി കസ്റ്റം ഗ്രൂപ്പ് കസ്റ്റം ചെയ്ത ഒരു റോണിൻ 225 ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ വീൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബൺ ഫൈബർ വീൽ കവേഴ്സ് വരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വീൽ കവർ ചെയ്തുകൊണ്ട് കാർബൺ ഫൈബർ മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് സസ്പെൻഷനിലൊന്നും ചേഞ്ച് ഇല്ല. സസ്പെൻഷൻ്റെ കളറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ഒരു കോപ്പറിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ടയറിലാണെങ്കിലും വലിയ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ സ്റ്റോക്ക് കിടക്കുന്ന ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മഡ് ഗാർഡിനെ അവർ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഷോർട്ട് ആക്കി കുറച്ചുകൂടെ വലിയ രീതിക്കാണ് ആ ഒരു മഡ് ഗാർഡ് വന്നിരിക്കുന്നത്. പിന്നീട് ഫ്രണ്ടിലാണ് ഏറ്റവും വലിയൊരു ചേഞ്ച്. ഹെഡ് ലാമ്പിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ട് സിംഗിൾ പ്രൊജക്ടർ റീലാണ് കൊടുത്തിരിക്കുന്നത്. അത് മെട്രിക്സ് ഡിസൈൻ എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നോക്കുക, ആ ഒരു മെട്രിക്സ് ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണത്. മീറ്റർ കൺസോളിൽ നമുക്ക് വ്യത്യാസമില്ല, നമ്മുടെ ആ ഒരു റോണിൽ വരുന്ന സെയിം മീറ്റർ കൺസോൾ തന്നെയാണ്. പക്ഷേ ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് ഒരു 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ഗ്രിപ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത് കാർബൺ ഫൈബറിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആഫ്റ്റർ മാർക്കറ്റ് ആണ്. നമുക്കൊരു മാസ്റ്റർ സിലിണ്ടർ, അതായത് റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രോളിക് ക്ലച്ചുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാർ ആൻഡ് മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇത് ടാങ്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു മിറർ പെയിന്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടെ കാർബൺ ഫൈബർ ടച്ചസും കാണാൻ സാധിക്കും. ആ ഒരു ഡ്യുവൽ ടോൺ കളറൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നൈസാണ്. സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. ബോബർ സ്റ്റൈലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ക ക്ലാസിക് ബോബറാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു വാഹനത്തെ. ലെതർ സീറ്റിൽ നമുക്ക് ഫാക്ടറി കസ്റ്റമിന്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. വളരെ പ്രീമിയം ആയിട്ട് വന്ന ഒരു സീറ്റാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് സീറ്റില്ല, ഇവിടെ കൂടെ നമ്മുടെ ഷാസി കട്ടായിരിക്കുകയാണ്. ടെയിൽ ലാമ്പും ഒരു മെട്രിക് ഡിസൈനിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ലാൻഡേൺ ഡിസൈൻ എന്നാണ് ഇതിനെ TVS വിളിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബാക്ക് വീലിന്റെ മുകളിലും ഒരു കവറുണ്ട്. നമ്മുടെ ആ ഒരു റിയർ വീൽ കാണാൻ സാധിക്കും. 150 സെക്ഷനാക്കി അപ്സൈസ് ചെയ്തിരിക്കുന്ന റിയർ വീലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വിംഗാമിനൊന്നും മാറ്റമില്ല, സസ്പെൻഷന് മാറ്റമില്ല. എക്സോസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഷോർട്ട് ആൻഡ് കോമ്പാക്ട് ആയിട്ടുള്ള ഒരു എക്സോസ് ആണ് വന്നിരിക്കുന്നത്. സ്ക്രാംബ്ലേഴ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ എഞ്ചിനും വലിയ മാറ്റം വന്നിട്ടില്ല. ഹൈഡ്രോളിക് ക്ലച്ച് കയറിയതേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ സ്റ്റോക്ക് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ കൂടുതലും ഒരു എസ്തെറ്റിക് മോഡിഫിക്കേഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ വരുത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ ഇടുക. കസ്റ്റം ബൈക്കുകളുടെ രണ്ടാമത്തെ മോഡലാണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ സ്മോക്ക്ഡ് ഗരാജ് നിർമ്മിച്ചിരിക്കുന്ന റയോമ എന്ന് പറയുന്ന ഒരു TVS റോണിനാണിത്. സ്മോക്ക്ഡ് ഗരാജ് പ്രീവിയസ് ഇയറിൽ നമ്മളെ ഞെട്ടിച്ചിരുന്നു. ഒരു കിഡിലൻ മോഡൽ ഇറക്കിക്കൊണ്ട് മുസാഷി എന്ന് പറയുന്നത്, അതും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പം ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ വന്നിരിക്കുന്നത് നോക്കാം. ഒരുപാട് കിഡിലൻ ഫീച്ചേഴ്സ് വന്നിരിക്കുന്ന ഒരു റോണിനാണിത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമേ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഡിസൈനിൽ ചെറിയ ഒരു ചേഞ്ച് നമുക്ക് തോന്നും. അതുപോലെ തന്നെ TVSന്റെ ലോഗോ ഒക്കെ തന്നെ ആ ഒരു ഓറഞ്ചിഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു പ്രോപ്പർ ഓറഞ്ച് എന്ന് പറയാൻ സാധിക്കും. ഒരു മാറ്റ് കോപ്പറിഷ് ഓറഞ്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ബ്ലാക്ക് കളർ, ഒരു കില്ലർ കോമ്പിനേഷൻ തന്നെ. ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. ഒരു ഫുള്ളി ഡിജിറ്റൽ TFT ഡിസ്പ്ലേ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ബാർ നമ്മുടെ പ്രീവിയസ് റോണിലുള്ള പോലെ തന്നെയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ബ്രെംബോയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. റേഡിയൽ മാസ്റ്റർ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കിയാലും നമുക്ക് അവിടെ വ്യത്യാസം കാണാൻ സാധിക്കും. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ സിമിലർ ആണെങ്കിലും അതിനകത്തെ എലമെൻറ്റ്സിൽ അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കിടിലൻ ലുക്കാണ് വാഹനത്തിന് വരുന്നത്. നമുക്ക് ആ ഒരു കോപ്പർ ഓറഞ്ചിഷ് കളറിൽ വരുന്ന USB ഫോർക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഫോർക്കിൽ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററും ഫോഗ് ലാമ്പും ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് വരുന്നത്. ഇതൊരു കിടിലൻ സാധനമാണ്. ഇത് രാത്രി നമ്മൾ ഓണാക്കി ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു പക്ക ലുക്കായിരിക്കും വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു ടയറിൻ്റെ കാര്യമാണ് എടുത്തു പറയാനുള്ളത്. കാരണം 170 സെക്ഷൻ്റെ ബ്ലോക്ക് പാറ്റേൺ ടയറാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇട്ടിരിക്കുന്നത്. അതൊരു ഒരു വല്ലാത്തൊരു സാധനം തന്നെയാണ് കാണിച്ചത്. കണ്ടു കഴിഞ്ഞാൽ ട്രാക്ടറിൻ്റെ ടയർ പോലെയൊക്കെ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഡിസ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം എനിക്കൊന്ന് 320 mm പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് ബ്രെംബോ ആക്ഷ്യൽ കാലിപ്പേഴ്സ്. അതുപോലെ തന്നെ ഇനി എഞ്ചിൻ്റെ ആ ഒരു പോർഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്കിന് താഴെയായിട്ടൊരു കവർ പോർഷൻ വരുന്നുണ്ട്. അതിൽ റോണിൻ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഒരു വേറൊരു ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. മേ ബി ഇതാ വണ്ടിയുടെ ഒരു ലോഗോ ആവാനാണ് സാധ്യത. എഞ്ചിനിൽ വലിയ പെർഫോമൻസ് വൈസായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് വരുന്നുണ്ട്, പ്രോപ്പർ സ്ക്രാംബ്ലറിഷ് ഡിസൈനിൽ. ഇങ്ങനെ പോയിട്ട് സീറ്റിൻ്റെ സൈഡിൽ കൂടെ വന്ന് അടിയിലേക്ക് പോകുന്ന രീതിക്കാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് എൻഡ്യൂറോ ടൈപ്പ് ടൈലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ടൈൽ ലാമ്പും LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പോലെയുള്ള ഒരു മോഡലാണ് അവിടെ വന്നിരിക്കുന്നത്. ബാക്ക് ടയർ നമുക്ക് 170 സെക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പോക്ക്ഡ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളറുള്ളത്. അതും അതിൽ കാണാനായിട്ട് അടിപൊളിയാണ്. എഞ്ചിൻ്റെ ആ ഒരു സൈഡ് കവേഴ്സ് ഒക്കെ തന്നെ ആ ഒരു കോപ്പർ ഓറഞ്ചിഷ് കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫുഡ് പെക്കും ഇതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഓഫ് റോഡ് സെൻട്രിക് ഫുഡ് പെക്സ് ആണ് ഇപ്പോൾ വരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്ന ഓവറോൾ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബാക്ക് ബ്രേക്ക് നോക്കിയാലും കാണാൻ സാധിക്കും. പെറ്റൽ ഡിസ്കാണ് ബാക്കിലും വിത്ത് ബ്രെംബോ കാലിപ്പേഴ്സ്.
അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വളരെ നീറ്റ് ലുക്കിംഗ് മോഡിഫൈഡ് ടി വി എസ് റോണിനാണ്. ഇതൊക്കെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ സ്മോക്ക്ഡ് ഗ്രാജസ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം നമ്മളെ ഒരു കിഡിലൻ കസ്റ്റമൈസ്ഡ് റോണിൻ കൊണ്ടുവന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. സീറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, കാണിച്ചു തരാം. സീറ്റിൽ നമുക്ക് ഒരു ആൻറ്റി സ്ലിപ്പ് സീറ്റാണ് വന്നിരിക്കുന്നത്, ലെതർ ഫിനിഷിൽ. അതിൽ ഈ ടി വി എസിൻ്റെ ലോഗോ കാണാൻ, അല്ലെങ്കിൽ റോണിൻ്റെ ഈ ഒരു ലോഗോ കാണാൻ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, ഒരു ഗ്രേഡിയൻ രീതിക്കാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതെനിക്കിതിൽ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഇതാണ് നമ്മുടെ തേർഡ് മോഡിഫൈഡ് മോഡൽ എന്ന് പറയുന്നത്. രാജ്പുതാന കസ്റ്റംസിൻ്റെ ബ്രാറ്റ് എന്നൊരു മോഡലാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. ആ രണ്ട് വാഹനങ്ങളെക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം മിനിമലാണ്, പക്ഷേ ഭയങ്കര എലഗൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഈ ടാങ്ക് ഡിസൈൻ ആണെങ്കിൽ തന്നെ റോണിൻ്റെ ടാങ്ക് അല്ല, കുറേ കൂടെ ഉരുണ്ടിട്ടുള്ള ഒരു ടാങ്കാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ രണ്ടിടങ്ങളിലായിട്ട് ഫ്യൂൽ ഫില്ലിംഗ് ക്യാപ്പ് കാണാൻ സാധിക്കും. അതിൽ RCM ലോഗോയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതൊരു ഗോൾഡ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സോ ഗോൾഡ് ഒരു ക്രീം കളർ പ്ലസ് ബ്രൗൺ പ്ലസ് ബ്ലാക്ക് എന്നുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് റോണിൻ്റെ ഹാൻഡിൽ ബാർ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്യുക്ക് ത്രോട്ടിൽ വരുന്നുണ്ട്. ലിവേഴ്സ് ഒക്കെ തന്നെ നമുക്ക് സെയിം ആണ്. ഫ്രണ്ടിൽ വളരെ മിനിമലായിട്ടുള്ള ഒരു ഹാലോജൻ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലാസി ആയിട്ട് തോന്നുന്നു ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക്. പ്ലസ് ഈ ഒരു ഗോൾഡൻ USD ഫോർക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഭംഗിയുണ്ട് വാഹനത്തിന് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക്. നമുക്ക് ഒരു റാലി സ്റ്റൈല് മഡ് ഗാർഡ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. നോബി ടയേഴ്സ് ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പോക്ക് വീൽസ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറുള്ളത്. ബ്രേക്ക് ഡിസ്ക് ഒക്കെ തന്നെ നമ്മുടെ റോണിൻ്റെ തന്നെയാണ്. ബ്രേക്ക് കാലിപ്പർ നമ്മുടെ റോണിൻ്റെ തന്നെയാണ്. ഇനിയും സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോഴാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ സൈഡ് മൊത്തത്തിൽ എഞ്ചിൻ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ മാത്രമല്ല, ദ ഹോൾ തിങ് ഈസ് എക്സ്പോസ്ഡ്. വളരെ 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 നെയ്ക്കഡ് ആൻഡ് സ്കെലിറ്റനിഷ് ഡിസൈനിൽ വരുന്ന ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. സസ്പെൻഷൻ നമുക്കിവിടെ വിസിബിൾ ആണ്. ഫുൾ എഞ്ചിൻ ഏരിയ വിസിബിൾ ആണ്. എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരെയാണ്. നേരെ വരുന്ന ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആണ്. ജസ്റ്റ് ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ ഈ ഒരു ടെക്സ്റ്റേർഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്ലോസി ഫിനിഷിലുള്ള പെയിൻറ്റ് വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷാസിയും കാര്യങ്ങളൊക്കെ വെൽ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എലഗൻ ഫീല്, വളരെ സിമ്പിൾ ഫീല്, ബട്ട് നല്ല ഒരു എന്താ പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ലോഗോ വരുന്നുണ്ട്, അത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോബി ടയറാണ് കാണാൻ സാധിക്കുന്നത്. അത് എയർ ഫിൽറ്ററാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഇതാ കണ്ടില്ലേ, ഇതിലെയാണ് എയർ ഇൻടേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റിനും ഒരു ഗോൾഡൻ ഇത് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഭയങ്കര മിനിമലാണ്, വളരെ ചെറിയ ഒരു സീറ്റാണ്, ബെഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വണ്ടിയുടെ ഡിസൈനുമായിട്ട് ഒരുപാട് ഇണങ്ങി നിൽക്കുന്നുണ്ട്. ബാക്ക് ടയറിൽ നോബിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെക്ഷൻ എത്ര എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8.10 17 ഇഞ്ച് വീലും ടയറുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ കൊള്ളാം, മൊത്തത്തിൽ വണ്ടി കാണാനായിട്ട് നല്ല ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് റോണിൻ്റെ കസ്റ്റമൈസ് ചെയ്ത 3 മോഡൽസ് ഈ ഒരു പ്രാവശ്യത്തെ മോട്ടോസോളിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഈ വാഹനങ്ങളെ പറ്റി തോന്നിയെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ, നിങ്ങളുടെ ഫേവറേറ്റ് ഇതിലേതാണ്, ഇതിനെ എങ്ങനെയൊക്കെ ഇനി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കസ്റ്റമൈസേഷൻ ഐഡിയാസ് ഫോർ റോണിൻ എല്ലാം ഒന്ന് കമൻറ്റിലിട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പേജിൽ ഇതിൻ്റെ ഫോട്ടോസ് റീൽസും ഒക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ അവിടെ ഫോളോ ചെയ്തിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.